നിന്റെ പ്രതിസന്ധിയിൽ പോലും കർത്താവ് നിന്റെ മേൽ അത്ഭുതം നടത്തും. അകാരണമായി നിന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളിൽ നിന്നും കർത്താവിൻ്റെ അത്ഭുത കരം നിന്നെ രക്ഷിക്കും. കർത്താവ് ഇന്ന് നിന്റെ പക്ഷം ചേർന്ന് നിനക്ക് വിജയം നൽകും. നിനക്കെതിരെ ഇനി ശത്രുവിൻ്റെ കരം ബലപ്പെടുകയില്ല. അതിനാൽ ഇന്നത്തെ ദിവസം ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രഭാത പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുക. നിന്റെ ആവശ്യങ്ങളെ ഓരോന്നായി പേരു പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം നിന്നെ കേൾക്കുന്നു. നിന്നെ അറിയാവുന്ന, നിന്നെ നീയായി മനസ്സിലാക്കുന്ന ദൈവം ഇന്ന് നിന്റെ മേൽ കരുണ കാണിക്കും. വിശ്വാസത്തോടെ ഇന്നത്തെ നിന്റെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, ആകുലതകളെ സമർപ്പിച്ച് നിന്റെ ആവശ്യങ്ങളെ, പ്രത്യേകമായി നിന്റെ സാമ്പത്തിക ആവശ്യങ്ങളെ, നിനക്കാവശ്യമായ കുടുംബ സമാധാനത്തെ എല്ലാം സമർപ്പിച്ച്, മക്കളുടെ കാര്യങ്ങളെ സമർപ്പിച്ച്, ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച്, നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ സമർപ്പിച്ച്, നിന്റെ ഓരോ സഹനങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ഓരോ സഹനങ്ങളും ദൈവം ഇന്ന് നിനക്ക് ഉയർച്ചയ്ക്കു വേണ്ടി അത് ഉപയോഗിക്കും. ഈ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയവിശുദ്ധിയോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്താപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 7:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്ന് എന്നെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കീറും. ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിഴയ്ക്കും. എൻ്റെ ദൈവമായ കർത്താവേ, ഞാനത് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ട് എങ്കിൽ, ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ. എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടി മെതിക്കട്ടെ, പ്രാണനെ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ. കർത്താവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ. ദൈവമേ, ഉണരണമേ. അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ. അവർക്ക് മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകണമേ. കർത്താവ് ജനതകളെ വിധിക്കുന്നു. കർത്താവേ, എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിൽ പുതിയ നന്മകൾ നൽകാൻ, പുതിയ സൗഖ്യം നൽകാൻ, പുതിയ അനുഗ്രഹങ്ങൾ നൽകാൻ നീ ഞങ്ങളെ വിളിച്ചുണർത്തിയ നിന്റെ അനന്തമായ കാരുണ്യത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ ദുരാരോപണങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെതിരെയുള്ള അനീതിപരമായ ദുഷ്ടതയെ സമർപ്പിക്കുന്നു. കർത്താവേ, ശത്രുവിൻ്റെ കരം ഞങ്ങൾക്കെതിരെ ബലപ്പെടാൻ ഇനി അവിടുന്ന് അനുവദിക്കരുതേ. നീതിമാനു വേണ്ടി പൊരുതുന്ന കർത്താവേ, ഇന്ന് നിന്റെ മക്കളെ പീഡിപ്പിക്കുന്ന ഓരോരുത്തരെയും ദൈവിക അനുതാപത്തിന് കാരണമാക്കണമേ. കർത്താവേ, നിന്റെ മഹത്വത്താൽ നീ എഴുന്നേൽക്കണമേ. നീ മഹത്വത്താൽ സകലതിനെയും ആധിപത്യം ഉറപ്പിക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ വിധിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിശോധിച്ചറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിനക്ക് അപ്രീതികരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് നീ അത് വെളിപ്പെടുത്തി തരണമേ. നിഷ്കളങ്കമായ ഹൃദയം നൽകി
ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയ നൈർമല്യത നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നതിനും നിന്റെ ഇഷ്ടം ഞങ്ങൾ നിറവേറ്റുന്നതിനും ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളിൽ, ജീവിത പങ്കാളിയിൽ, ഞങ്ങളിൽ തന്നെ നിന്റെ ഹിതം ചെയ്യുന്നതിന് ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ഞങ്ങൾക്ക് അയച്ചു തരണമേ. കർത്താവേ, ഏത് പ്രശ്നങ്ങളെയും ഇന്ന് നേരിടാനുള്ള ആത്മധൈര്യം നൽകണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ പോലും നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രിയപ്പെട്ട മക്കളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ നിന്റെ ശക്തമായ കരം അവർക്ക് നേരെ നീട്ടണമേ. അവർക്ക് നേരെ ബലപ്പെടാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ കരം നീ തകർത്ത് കളഞ്ഞ് നിന്റെ മക്കൾക്ക് രക്ഷയായി നീ എഴുന്നള്ളി വരണമേ. കർത്താവേ, ആരൊക്കെ നിന്റെ മക്കളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു, ആരൊക്കെ നിന്റെ മക്കൾക്കെതിരെ പോരാടുന്നു, അവര് ഇന്ന് നിന്റെ മുൻപിൽ പരാജിതരായി കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിന്റെ മഹത്വം ഞങ്ങളിൽ വ്യാപരിപ്പിക്കണമേ. കർത്താവായ ദൈവമേ, മനസ്സുകളെ പരിശോധിച്ചറിയുന്ന ദൈവമേ, ഹൃദയത്തെ അറിയാവുന്ന കർത്താവേ, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നീ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ തിന്മകളെ, കുറവുകളെ ഞങ്ങൾക്ക് തന്നെ കാണിച്ചു തന്ന് മേലിൽ നന്മയുടെ മാർഗത്തിൽ ചരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ. ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ തടസ്സം കൂടാതെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, മക്കളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ, പഠനത്തെ നീ ആശീർവദിക്കണമേ. ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു വൻ കൃപ നൽകി ആ മക്കളെ ദൈവമാർഗത്തിൽ നടക്കുന്നതിന് നീ അവരെ പരിശീലിപ്പിക്കണമേ. തെറ്റായ പ്രേമബന്ധങ്ങളിൽ നിന്ന്, തെറ്റായ ആസക്തികളിൽ നിന്ന്, തെറ്റായ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ ഇന്ന് കാത്തുകൊള്ളണമേ. കർത്താവേ, ലോകത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞങ്ങളെ ബാധിക്കാതെ, ഞങ്ങളുടെ മക്കളെ ബാധിക്കാതെ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകി ഞങ്ങളും ഞങ്ങളുടെ മക്കളും നിന്നെ അനുസരിച്ച് ജീവിക്കുന്നവരായി മാറാൻ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വിജയം നൽകണമേ. ഞങ്ങൾക്കാവശ്യമായ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റുകളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കാവശ്യമായ പുതിയ വരുമാന മാർഗങ്ങളെ സമർപ്പിക്കുന്നു. പുതിയ സംരംഭങ്ങളെ സമർപ്പിക്കുന്നു. ഇപ്പോഴുള്ള ഞങ്ങളുടെ സംരംഭങ്ങളിൽ കർത്താവേ, നിന്റെ കരം തൊട്ട് എല്ലാം ലാഭകരമാക്കി മാറ്റണമേ. ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന മക്കളുടെ കണ്ണുനീർ നീ കാണണമേ. ഇന്ന് ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് നീ കൂടെയിരുന്ന് അധികാരികളുടെ പ്രീതിക്ക് അവർ പാത്രരാകാൻ നീ അവരിൽ കൂടി സംസാരിക്കണമേ, ഇടപെടണമേ. വിജയം നൽകി ഈ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയിൽ അസമാധാനത്വം വിതയ്ക്കുന്ന എല്ലാവർക്കും കർത്താവേ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവരെ നയിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നതിന്, എല്ലാ ദുഃഖവും മാറ്റി, ഭയവും മാറ്റി, കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളെ മനസ്സിലാക്കി അത് ഉപയോഗിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, പ്രതിസന്ധി ഘട്ടത്തിലും അത്ഭുതം നടത്തുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ രക്ഷ അറിയുന്നതിനും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിക്കട്ടെ. അതിനാൽ എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഇന്ന് ഞങ്ങൾക്കനുകൂലമാക്കി മാറ്റുന്ന ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കൃപകൾ നൽകി മഹാത്ഭുതം നടത്തി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന് ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായ മക്കൾക്ക് പ്രത്യേകം ഇന്ന് അത്ഭുത സൗഖ്യം നൽകി, വിടുതൽ നൽകി, ആരോഗ്യം നൽകി, ജീവിതത്തിൽ പുതിയ പ്രതീക്ഷ നൽകി കർത്താവേ അവരെ അനുഗ്രഹിക്കണമേ. ഈ രോഗാവസ്ഥയിൽ നിന്നെ സ്തുതിക്കുന്നതിനും നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനും ഈ മക്കൾക്ക് ഇന്ന് ശക്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് ആരോഗ്യം കൊടുക്കണമേ. തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളെയും ഇപ്പോൾ കർത്താവിൻ്റെ അത്ഭുത വചനം സ്പർശിച്ച് സുഖപ്പെടുത്തട്ടെ.
മരുന്നോ ലേപന ഔഷധമോ അല്ല, നിന്നെ സുഖപ്പെടുത്തുന്നത് കർത്താവിൻ്റെ വചനമാണ്. ഇപ്പോൾ നിന്റെ ശരീരത്തിൽ ആ സകലം ദൈവവചനം വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ ദൈവവചനത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കട്ടെ. കർത്താവ് ഇപ്പോൾ തന്നെ നിന്റെ തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളെയും സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തം നിന്റെ ശരീരമാസകലം ഇപ്പോൾ വ്യാപരിക്കുന്നു. സകല രോഗാണുക്കളിൽ നിന്നും അവൻ നിന്നെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവുകളിലെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളിപ്പോൾ സുഖം പ്രാപിക്കട്ടെ. എല്ലാ രോഗങ്ങളിലും കർത്താവിൻ്റെ അത്ഭുതം, ഇന്ന് അത്ഭുത സൗഖ്യമുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മക്കൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണമേ. അവർക്ക് സംരക്ഷണം നൽകണമേ. ദുഷ്ടക്കൂട്ടുകെട്ടുകളിൽ നിന്നും, തെറ്റായ പ്രേമബന്ധത്തിൽ നിന്നും, തെറ്റായ അഡിക്ഷനിൽ നിന്നും കർത്താവെ, നീ ഇന്ന് ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പഠിക്കാനുള്ള താല്പര്യമുണ്ടാക്കി കൂടുതൽ അറിവ് സമ്പാദിച്ച് ജീവിതത്തിൽ ഉയരാനുള്ള ആഗ്രഹം ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ ഇന്ന് നിക്ഷേപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അലട്ടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇന്ന് തന്നെ നീ ഇടപെടണമേ. ഈ മക്കളുടെ മേൽ നിന്റെ സമ്പത്തിനെ അനുഗ്രഹിച്ച് വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കടബാധ്യതകളെ ഇന്ന് കൊടുത്തു തീർക്കാൻ ഒരു പുതിയ വഴി നൽകി ഇന്ന് നിന്റെ മഹത്വം ഈ മക്കളുടെ സമ്പത്തിന്മേൽ വ്യാപരിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളുടെയും ഉറവിടമായ കർത്താവെ, ഇന്നെല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സമാധാനവും സംരക്ഷണവും സന്തോഷവും ഉണ്ടാകുന്നതിന് നിന്റെ അത്ഭുത കരങ്ങൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എല്ലായിടവും സമാധാനം വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കൃപാകടാക്ഷം എപ്പോഴും ഉണ്ടായിരിക്കണമേ. ഇവരുടെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത് നീ തുണയയച്ച് നീ ഇവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു. നീ അവരെ കരുതണമേ, സുഖപ്പെടുത്തണമേ, അവരെ നീ ആശീർവദിച്ച് ജീവിതത്തിൽ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതി അറിയിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് കർത്താവിൻ്റെ അത്ഭുത ഇടപെടലുണ്ടായി അവരുടെ ആഗ്രഹങ്ങൾക്ക് മേലെ ഇന്ന് കർത്താവ് പ്രവർത്തിക്കട്ടെ. ഒപ്പം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത വിശുദ്ധിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിയുടെയും ഹൃദയം ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ഹൃദയമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് അത്ഭുതകരമായി ഉത്തരം നൽകുകയും ചെയ്യുന്ന നാഥ, ഞങ്ങളുടെ പ്രതിസന്ധിയിൽ പോലും അത്ഭുതം നടത്തുന്ന കർത്താവെ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു നൽകി ദൈവമാർഗത്തിലൂടെ ചരിക്കുന്നതിന്, നിന്റെ ഹൃദയത്തെ ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നതാക്കുന്നതിന് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവ് ഇന്ന് നിന്നെ സകല നന്മകളാലും ഉയർത്തട്ടെ. നിന്റെ സൗഖ്യവും വിടുതലും രക്ഷയുമായി ഇന്ന് കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകട്ടെ. ഇന്നത്തെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും, സാമ്പത്തിക ആവശ്യങ്ങളിൽ, ആരോഗ്യപരമായ ആവശ്യങ്ങളിൽ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ ഇന്ന് കർത്താവ് ഇടപെട്ട് അത്ഭുത വിജയം, സൗഖ്യം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മേഖലയിലും കർത്താവ് ഇന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ആപത്തൊന്നും വരാതെ എല്ലാ ഇടവും നിനക്ക് കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധരുടെയും ദൈവത്തിൻ്റെ മാലാഖമാരുടെയും പ്രത്യേക മധ്യസ്ഥവും സഹായവും നിനക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. വീണ്ടും നിങ്ങളുടെ നന്മയ്ക്കായുള്ള പ്രാർത്ഥനയുമായി രാത്രിയിൽ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ആകാം. ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. നിർബന്ധമായും അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കുന്നതിന് ഇത് കാരണമാകും. ആമേൻ.